ഉത്തർപ്രദേശിലെ സീതാപൂർ ജില്ലയിൽ നിന്ന് വളരെ വിചിത്രമായ ഒരു കേസാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്പൂർണ്ണ സമാധാന ദിവസ് എന്ന പരാതികൾ പരിഹരിക്കുന്ന പരിപാടിക്കിടെയാണ് തനിക്ക് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് മെരാജ് എന്ന യുവാവ് പരാതി നൽകിയത്. സാധാരണയായി വൈദ്യുതി, റോഡ്, റേഷൻ കാർഡ്, കുടിവെള്ളം, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഈ പരിപാടിയിൽ പരാതികൾ വരുന്നത്. അങ്ങനെയുള്ള നാട്ടുകാരുടെ പരാതികൾ പരിശോധിച്ചു വരുമ്പോഴാണ് അത്യാവശ്യമായി ഒരു സഹായം വേണമെന്ന് പറഞ്ഞുകൊണ്ട് മെരാജ് അവിടെ വരുന്നത്. അയാളുടെ പരാതി കേട്ട ജില്ലാ മജിസ്ട്രേറ്റ് അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചെറുതായൊന്ന് ഞെട്ടുകയും ചെയ്തു. ദയവായി എൻ്റെ ഭാര്യയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, രാത്രിയിൽ അവളൊരു സർപ്പമായി മാറി എന്നെ കടിക്കാൻ ശ്രമിക്കും എന്നാണ് മെരാജ് ജില്ലാ മജിസ്ട്രേറ്റ് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. മെരാജിന്റെ പരാതി ശ്രദ്ധാപൂർവ്വം കേട്ട ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ലോധാസ ഗ്രാമത്തിലാണ് മെരാജ് താമസിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മെരാജ് വലിയ ഭയത്തിലുമാണ്. മറ്റാരെയുമല്ല, സ്വന്തം ഭാര്യ നസീമുനെയാണ് മെരാജിന് ഭയം. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള രാജ്പൂർ ഗ്രാമവാസിയായ നസീമുൻ എന്ന പെൺകുട്ടിയെ മെരാജ് വിവാഹം കഴിക്കുന്നത്. ആദ്യകാലങ്ങളിൽ ഒരു പ്രശ്നവുമില്ലാതെ അവരുടെ ദാമ്പത്യം സുഗമമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഭാര്യയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് മെരാജിന് സംശയം തോന്നി. ആദ്യം തോന്നിയ അത്തരം ആശങ്കകൾ പിന്നീട് അസ്വസ്ഥത ഉണ്ടാക്കുന്ന അനുഭവങ്ങളായി മാറിയെന്ന് മെരാജ് പറയുന്നു. സ്വന്തം വീട്ടിൽ താൻ സുരക്ഷിതൻ അല്ലെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. രാത്രിയിൽ ഭാര്യയുടെ പെരുമാറ്റം തന്നെ ഭയപ്പെടുത്താറുണ്ടെന്നാണ് മെരാജ് പറയുന്നത്. രാത്രികാലങ്ങളിൽ ഭാര്യ പാമ്പായി മാറും. അതിന് പിന്നാലെ തന്നെ ഭയപ്പെടുത്തുകയും കടിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ടെന്നും അയാൾ ആരോപിക്കുന്നു. ഒപ്പം ഭാര്യയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും കൂടി ഇയാൾ പറയുന്നുണ്ട്. ഉറങ്ങിയാൽ ഭാര്യ പാമ്പായിമാരെ തന്നെ ആക്രമിക്കുന്നതിനാൽ രാത്രിയിൽ പലപ്പോഴും ഉണർന്നിരിക്കാറാണ് പതിവെന്നും പരാതിയിൽ പറയുന്നു. തന്നെ കൊല്ലാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഓരോ തവണയും ആ കൃത്യസമയത്ത് താൻ ഉണർന്ന് എഴുന്നേറ്റതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്നും മെരാജ് പറയുന്നു. ഭാര്യയുടെ ഈ അസ്വാഭാവികമായ പെരുമാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ മന്ത്രവാദികളെയും ഗ്രാമപഞ്ചായത്തിനെയും സമീപിച്ചെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ മന്ത്രവാദികൾക്ക് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മാനസികമായി ഭാര്യ തന്നെ പീഡിപ്പിക്കുന്നു എന്ന പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചതെന്ന് പോലീസും പറയുന്നു. എന്നാൽ തന്നെ ഒരു തവണ ഭാര്യ പാമ്പായി വന്ന് കടിച്ചെന്ന് കാണിച്ച് മെരാജ് പോലീസിൽ നേരിട്ട് ഒരു പരാതി കത്ത് നൽകുകയും ചെയ്തിരുന്നു. മഹമ്മൂദാബാദ് പോലീസ് സ്റ്റേഷനിൽ ചേർന്ന പഞ്ചായത്ത് യോഗത്തിലും ഒരു തീരുമാനവും ഉണ്ടായില്ലെന്നും മെരാജ് പറയുന്നു. നിലവിൽ നസീമുൻ ഇപ്പോൾ സ്വന്തം മാതാപിതാക്കളോടൊപ്പമാണ് കഴിയുന്നത്. ലോധാസ ഗ്രാമത്തിലാണ് മെരാജ് ഇപ്പോൾ താമസിക്കുന്നത്. തങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന രാജ്പൂർ ഗ്രാമത്തിലാണ് ഭാര്യയായ നസീമുൻ താമസിക്കുന്നത്. തന്റെ ഭാര്യ ഒരു പാമ്പായി മാറുന്നു എന്ന മെരാജിന്റെ പ്രസ്താവന ആ പ്രദേശത്ത് വ്യാപകമായ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഈ കേസിൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഫലം അറിയാനാണ് ആ ഗ്രാമവാസികൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഈ പാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ മെരാജിന്റെ തോന്നലുകളാകാമെന്നും അല്ലെങ്കിൽ അയാൾക്ക് മാനസികപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ചിലരുടെ പക്ഷം. എന്നാൽ ഇയാളുടെ ഭാര്യ രാത്രികാലങ്ങളിൽ പാമ്പായി മാറുന്ന കഥ വിശ്വസിക്കുന്നവരാണ് ആ ഗ്രാമത്തിലെ ഭൂരിപക്ഷം ആളുകളും. നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഏറെ നാളത്തെ പൂജകൾക്കും മന്ത്രവാദ കർമ്മങ്ങൾക്കും ശേഷമാണ് അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞതെന്നും അവർ പറയുന്നു. എന്തായാലും ഈ കഥ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പെട്ടെന്ന് വൈറലായി മാറി. 1986 പുറത്തിറങ്ങിയ നാഗിന എന്ന സിനിമയിൽ അന്തരിച്ച നടി ശ്രീദേവി ഒരു സർപ്പമായി മാറുന്ന കഥയുമായാണ് പലരും ഈ സംഭവത്തെ താരതമ്യം ചെയ്യുന്നത്.